ഈ റേഞ്ച് ഓഫീസറും ഇവിടുത്തെ ഫോറസ്റ്റും ഇതുപോലെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ് ഈ സെറ്റിൽമെന്റ്. എനിക്കിപ്പോൾ 49 വയസ്സുണ്ട്. ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് ആദിവാസികളുടെ കൂടൊപ്പം വളർന്ന് ഞാൻ ഈ പ്രേമ ജോലി ചെയ്യുന്നത് കൊടുക്കുന്ന കപ്പറ്റ പുള്ളിയാണ് കൊടുക്കുന്നത് കീ ചെയ്യുന്നത്. അങ്ങനെ നിയമമില്ല എന്നമാർന്ന്. ഞാൻ ഒരു ഇൻട്രോ തന്നിരുന്നു, കാട് കാണാൻ വരുമെന്ന്. പക്ഷെ കാടിനുള്ളിലല്ല, എല്ലാവരും പ്രോപ്പറായി നടക്കുന്ന ഒരു ഏരിയയിലാണ്. ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന സാവുചേട്ടനാണ്. സാവുചേട്ടൻ പറഞ്ഞ കേട്ടണം, കൊല്ലം കുളത്തൂപ്പുഴയിലെ 50 ഏക്കറിലെ വില്ലുമല ഫോറസ്റ്റ് ഏരിയയിൽ താമസിക്കുന്ന ആളാണ്. മുട്ടുംപുറത്തെ വീട്ടിൽ ഏട്ടൻ ഫോറസ്റ്റ് വാച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫോറസ്റ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റിനെ കിട്ടി മനോഹരമായ കാഴ്ചകളും ഫോറസ്റ്റിന്റെ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു ചാനലാണ് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ. ഇതുവരെയും ഫോറസ്റ്റിനെതിരായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഇവർ മലയോര കർഷകരാണ്, കുടിയേറ്റ കർഷകരാണ്. ഇവർക്ക് ഈ വനവുമായി ബന്ധപ്പെട്ട് തന്നെ ജീവിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ആ വനപ്രദേശത്തുള്ള ജോലികളൊക്കെ ചെയ്യാൻ ഇവർ ജീവിക്കുന്നത്. ഇപ്പോൾ ചേട്ടനെ എത്ര നാളായി സസ്പെൻഡ് ചെയ്തിട്ട്? 2 മാസമായി. അപ്പോൾ ചില ഫോറസ്റ്റുകാരുടെ എല്ലാ പോലീസുകാരുടെ കാര്യം പറയണമെങ്കിൽ എല്ലാ പോലീസുകാരും ചീത്തയല്ല, നല്ല പോലീസുകാരുണ്ട്. അതുകൊണ്ട് എല്ലാ ഫോറസ്റ്റുകാരും ചീത്തയല്ല, നല്ല ഫോറസ്റ്റുകാരുണ്ട്. അപ്പോൾ ഈ ചേട്ടനെ ചില ചോദ്യം ചെയ്യലുകൾ, ചില തിരിമറികളൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. അപ്പോൾ വനം മന്ത്രി ശശീന്ദ്രൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചേട്ടൻ പറഞ്ഞത്. ചേട്ടൻ ഒരു പാർട്ടി പ്രവർത്തകൻ കൂടിയാണ്, NCP പ്രവർത്തകൻ, കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സാധാരണക്കാരന്റെ വിഷയങ്ങൾ ഏത് വകുപ്പായാലും, പോലീസായാലും വനമായാലും റവന്യൂ ആയാലും, നമ്മൾ കാര്യങ്ങൾ പ്രേക്ഷകരിലെത്തിക്കും. അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആൾക്കാരുടെ എത്തിക്കും. അപ്പോൾ ചേട്ടൻ നീതി കിട്ടണം. ഒരു വാച്ചറായിരുന്നു, താൽക്കാലികമായ ഒരു ജോലി, ശമ്പളം അതൊക്കെ ഉണ്ടെങ്കിൽ ജീവിക്കാൻ കഴിയും. വനപ്രദേശം താമസിക്കുന്നതിന് വേറെ എങ്ങും ജോലിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുവാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഇത് നമ്മൾ വില്ലുമലയിൽ നിന്നാണ് വരുന്നത്. ഏതായാലും സാവുചേട്ടന് നീതി കിട്ടണം, മന്ത്രിയും ശ്രദ്ധിക്കണം, ഉന്നത ഫോറസ്റ്റ് അധികാരികളും ശ്രദ്ധിക്കണം. ഓക്കെ, ഗ്രീൻ ഡിവിഷൻ ചാനൽ വഴി നിങ്ങൾക്ക് ഈ കാഴ്ചകൾ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കണം. ഇവിടുത്തെ ഒരു പ്രത്യേകത പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ താമസിക്കുന്ന ഒരു മേഖലയാണിത്. ഞങ്ങളിവിടെ 80 വർഷത്തോളം, നമ്മൾ ക്രിസ്ത്യൻസ് ആണ്, 80 വർഷം പഴക്കമുണ്ട്. ഞങ്ങൾ ഇവരുമായിട്ട് ഇടപഴകി ജീവിക്കുന്നവരാണ്. ഇവിടുത്തെ ഫോറസ്റ്റ് ഇപ്പോഴത്തെ അധികാരികളെന്ന് പറഞ്ഞാൽ, ഫോറസ്റ്റ് മുതൽ റേഞ്ച് ഓഫീസർ വരെയുള്ള അധികാരികളെന്ന് പറഞ്ഞാൽ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി സോളാർ ഫെൻസ് ചെയ്യുക, അത് 6 മാസം കഴിഞ്ഞ് വാച്ചർമാരെ നിയമിക്കാതെ പൈസകൾ പിരിച്ചു കൂട്ടുക, അതെല്ലാം ഇവര് സ്വന്തമായി ഫോറസ്റ്റും റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൈമാറ്റം ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ താൽക്കാലിക വാച്ചർമാരെ നിയമിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രായമുള്ള കുറേ വയസ്സന്മാരെ നിയമിച്ചിട്ട് വീട്ടിൽ കിടപ്പായ രോഗികളെ BSS എന്നും വേറെ ഒരുപാട് പദ്ധതികളെല്ലാം ചേർത്ത് അവർ ഇവിടെയുള്ള ആദിവാസി പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെ വളരെ രീതി ഉദ്യോഗസ്ഥന്മാർ ഇവിടുത്തെ വീറ്റ് ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള ഇവിടെ വീറ്റ് ഫോറസ്റ്റ് ഒരു അന്നാണ്, വേറെ കുറച്ച് പ്രേജി കുറേ ആറോമാരുണ്ട്. അവർ എല്ലാം ഈ ഞങ്ങളെപ്പോലുള്ള സാധുക്കളെ പറ്റിച്ചുകൊണ്ട് ഒരുപാട് ചെറുപ്പക്കാർ തൊഴിലവിടെ നടക്കുന്നുണ്ട്. അവർക്കൊന്നും ജോലി കൊടുക്കാതെ പ്രായമുള്ള കുറേ ആളുകൾക്ക് ജോലി കൊടുത്ത പകുതി പൈസ കൊടുത്ത് പകുതി പൈസ കീശപ്പിലാക്കുന്നൊരു പരിപാടി ഞാൻ ഒരുപാട് മന്ത്രിക്കും മറ്റുള്ളവർക്കും എല്ലാം പരാതി അയക്കുകയും അതിനൊന്നും ഒരു നീതി ഇതുവരെ കിട്ടിയിട്ടില്ല. അതടിച്ചാൽ ഞാൻ സമരം വരെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ നമ്മളെ കള്ളക്കേസ് കൊടുക്കുന്ന ഭീഷണിപ്പെടുത്തി പ്ലാന്റേഷൻ വാച്ചർ, BSന്റെ വാച്ചർ, പിന്നെ BSന്റെ പ്രസിഡന്റ്, അതെല്ലാം സെക്ഷൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരാൾ ഇതെല്ലാം മാറി കീശയിലാക്കി വലിയ വലിയ ബിൽഡിംഗ് വെക്കുക. ഇതൊന്നും അധികാരികളുടെ കണ്ണിൽ കയറുന്ന മിനിസ്റ്റർ വരെ ബോധിപ്പിച്ചാണ്. ഇതുവരെ ഒരു മേൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ വനമേഖല കിടക്കുന്ന ഞങ്ങൾക്ക് സോളാർ ഫെൻസ് ചെയ്യുമെന്നും പറഞ്ഞാൽ അതിലെ കൂടെ ഇതിലൂടെ കമ്പി മേടിക്കുക, കാശുകൾ മേടിക്കുക, കാശ് മേടിച്ച് കീശയിലാക്കുക. അതിന്റെ പഴയ കമ്പി അത് സാധാരണ ടെൻഡറാണ് ചെയ്യുന്നത്. ഇത് അവർ ഊരിക്കൊണ്ട് പോകുക, കോൺട്രാക്ട് തന്നെ ഊരിക്കൊണ്ട് പോവുക. ഈ പ്രവണതയാണ്. ഇതിനെ ചോദിക്കുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തുക ഫോറസ്റ്റുകാർ. അതിന്റെ അയ്യപ്പസാരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ വീറ്റ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാരുള്ള താപ്പോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ കളിക്കുന്നത്. പാവപ്പെട്ട ഞങ്ങളെപ്പോൾ ആനയും കുരങ്ങും മറ്റുള്ള മൃഗങ്ങളെ മല്ലടിച്ച് വനത്തിനുള്ളിൽ കഴിയുന്നവരാണ്. ഇത് പറഞ്ഞ കാരണം എന്നെ ഇറക്കി വിട്ടവർ. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നതാണ്. എന്നെ 3 മാസം ജോലി കഴിഞ്ഞ് ഇറക്കി വിട്ടിരിക്കുകയാണ്. എനിക്ക് 48 വയസ്സാണുള്ളത്. 80, 60, 70 വയസ്സുള്ള ജോലി വീട്ടിലിരുന്ന് ബില്ലുമാർ കൂടെ പകുതി പൈസ ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുക. അങ്ങനെയാണ് ഇവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ഉത്തമ തീരുമാനം ഉണ്ടാവണമെന്ന് വളരെ ദയനീയവും മാനസികമായും ശാരീരികമായിട്ടും വിഷമത്തോട് പറയുക. ഞാനത് മിനിസ്റ്ററുടെ ബില്ലൊക്കെ ബന്ധപ്പെട്ടാണ്. അത് കാരണം എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിനൊരു നീതി ഉണ്ടാവണം. അഴിമതിയിലൊക്കെ കൂടെ 1 കിലോമീറ്റർ ഫയലെടുക്കുക, 5 കിലോമീറ്ററിന്റെ മാറുക, അവരെ ഇഷ്ടം അങ്ങ് താണ്ടമാടുക. അതാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ വനവകുപ്പ് മന്ത്രിക്കും NCPയുടെ സംസ്ഥാന പ്രസിഡന്റിനും മറ്റുള്ളവർക്കെല്ലാം ഞാൻ പരാതി കൊടുക്കുകയും അതിന് ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഈ തീരുമാനം ഇതിൽ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പാവപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാരുള്ളപ്പോഴാണ് വയസ്സന്മാരെ വെച്ച് ബില്ലുമാരെടുക്കുക. 20,000 ശമ്പളം ഉണ്ടെങ്കിൽ 10,000 കൊടുക്കുക, 7,000 കൊടുക്കുക, വീട്ടിൽ കൊണ്ട് മാറി കൊടുക്കുക ഫോറസ്റ്റുകാർ. ഞാൻ ഇതിനൊരു നീതിക്ക് വേണ്ടി പറഞ്ഞത് ഒരുപാട് നാളുകൾ ഫൈറ്റുവാണ്, 2 വർഷം കൊണ്ട് ഫൈറ്റുവാണ്. ഇതുവരെ അപ്പം പുള്ളി ഇവിടുത്തെ സെക്ഷൻ ഫോറസ്റ്റ് അരുണിനോട് ചോദിച്ചാൽ പറഞ്ഞത് ഞാൻ CCFന്റെ ആളാണ്, എന്നെ ചെയ്യാമെന്നൊക്കെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പൊ അതിനൊരു നീതി ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ആന മനുഷ്യനെ കിടത്തിപ്പുറതയില്ല, ആന തെങ്ങുകളും മറ്റുള്ള കാവലമുള്ള പ്ലാവ് അതെല്ലാം തള്ളുകയും
അതിനൊക്കെ ഇവർ പറയുന്നത് ആനവാട്ടർ മിനിസ്റ്റർ ഓർഡറിട്ടുണ്ട് ആനവാട്ടർ എവിടെങ്ങും ആനവാട്ടറും ഇല്ല സോളാർ വാട്ടറും ഇല്ല. ഇതെല്ലാം എവിടെ പോയി മുങ്ങുന്നു എന്ന് ചോദിച്ചാൽ അതിന് പറയാൻ ഉത്തരങ്ങളുമില്ല. ഈ കാട്ടുപോത്തുണ്ട്, കരടിയുണ്ട്, ബ്ലാവുണ്ട്, കുരങ്ങുണ്ട്. ഒരു കൂട്ട ആത്മഹത്യക്ക് തന്നെ ഇവിടെയുള്ള ആൾക്കാർ തയ്യാറാക്കിയിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ. ഞാൻ ഇത് ചോദ്യം ചെയ്ത കാരണം എന്നെ ജോലിയിൽ ഒരു കാരണമില്ലാതാണ് പിരിച്ചുവിട്ടത്. എന്നെക്കാട്ട് പ്രായം കുറഞ്ഞ ആദിവാസിപ്പെട്ട പിള്ളേർ തന്നെ ഒരുപാടുണ്ട്. അപ്പോഴാണ് 60-70 വയസ്സുള്ളവരെ വീട്ടിൽ കിടപ്പ് രോഗിയുടെ പേർക്ക് ബില്ലുകൾ മാറിയെടുക്കുന്നത്. അത് വളരെ ധർമ്മസങ്കടത്തിലാക്കിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഈ പാവപ്പെട്ട ഈ ആൾക്കാരെ ചൂഷണം ചെയ്തുകൊണ്ട് ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ചിലര് അവരുടെ സ്വയ താല്പര്യത്തിന് വലിയ വലിയ മാളികൾ വെക്കുക, ഇവിടുന്ന് കാശുകൾ ഫയർലൈൻ എടുത്തെന്നും പിന്നെ ബസ്ത വെട്ടിയെന്നും പിന്നെ കര മുറിച്ചെന്നും എന്നൊക്കെ പറഞ്ഞ് പൊതുമുതലിനെ നശിപ്പിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അവര് ബില്ലുകൾ മാറി കോടികൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു മഞ്ഞൾ പൊടുപ്പും തേൻ ശേഖരിപ്പും എന്നും പറഞ്ഞൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ബീഡിക്ക് എന്തോ അല്ലയോ അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെയൊക്കെ എന്തോ പ്രവർത്തനമില്ല. അത് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനം നടക്കുന്നതാണ് പറയുന്നത്, പക്ഷെ പ്രവർത്തനം ഇല്ല. അപ്പൊ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് ഞാനത് വനമന്ത്രി ശ്രദ്ധയിലൊക്കെ പെടുത്തിയതാണ്. പുള്ളി അത് തീരുമാനം എടുക്കാൻ സ്ക്വാഡിന് കൊടുത്തു. സ്ക്വാഡ് വന്നു അന്വേഷിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു തന്റെ പേർക്ക് ഞാൻ കേസെടുക്കും, ജോലി കളയും എന്നൊക്കെ പറഞ്ഞു. അതുപോലെ നടന്നു. കേസെടുത്തില്ല പോലും ജോലി നിന്നൊക്കെ കളഞ്ഞു. ഞങ്ങളെ 3-4 ചെറുപ്പക്കാരെ ഇറക്കി വിട്ടിട്ടുണ്ട്. അത് ഞാൻ മന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, PC ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തമ തീരുമാനം ഉണ്ടാണ്. ഇത് അഴിമതി പുള്ളിയോട് പറഞ്ഞ പുള്ളി CCFിന്റെ ആളാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ അഴിമതിയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ രീതിയിൽ താക്കീത് കൊടുത്തിട്ടുണ്ട്. അതിന് നടപടി ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആദിവാസി മേഖലയിൽ വന്നിട്ട് 10-80 വർഷമായതാണ്. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ ആദിവാസിയുടെ ക്വാളിറ്റിയുള്ള ആളാണ് ഞാനും. അപ്പോൾ അത് വളരെ ധർമ്മസങ്കടത്തിലാക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ജോലിയില്ലാത്തതുണ്ട്. 20,000 ശമ്പളത്തിന് 10,000 കൊടുത്താൽ മതിയല്ലോ, ബാക്കി അവരെ കീശയിലാവുക. ബില്ലുകൾ മാറിക്കൊടുക്കുക. ആ ആളുടെ പേർക്ക് ബില്ല് എടുക്കത്തില്ല, മറ്റാരെയോ പേർക്ക് ബില്ലുകൾ എഴുതുക, എന്നിട്ട് പൈസ മാറിക്കൊടുക്കുക, നക്കാപ്പിച്ച പൈസകൾ. ഇവിടേക്കാണ് ഇവിടുത്തെ കല്ലുവരമ്പ് സെക്ഷൻ ഫോറസ്റ്റുകാരനും മറ്റുള്ള റേഞ്ചിലൊക്കെ അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതുപോലെ അഴിമതിയുള്ള മേഖല. ഞാൻ നല്ല സജീവമായ വളരെ സമര പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇയാൾക്കെതിരെ. അത് എന്തുകൊണ്ടാണ് തെമ്മല ഡിവിഷൻ. അപ്പോൾ അവര് DFO റേഞ്ച് ഓഫീസർ പറയുമ്പോൾ റേഞ്ച് ഓഫീസർ പറയും അവൻ കുഴപ്പക്കാരൻ, ആരെ ഫോറസ്റ്റ് പറയും റേഞ്ച് ഓഫീസർ, പിന്നെ ഞങ്ങളാണ് കുഴപ്പക്കാർ. ഈ പാവപ്പെട്ട ഞങ്ങൾ വനാന്തരങ്ങൾക്ക് ആനയ്ക്ക് കാവലി കിടക്കുകയും പോത്തിനും കരടിക്കൊക്കെ കാത്തിലൊക്കെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയും അവരുടെ കോട്ടേഴ്സുകൾ വൃത്തിയാക്കാൻ ഞങ്ങൾ പോകണം, അവർ കഞ്ഞി വെച്ചു കൊടുക്കാൻ ഞങ്ങൾ പോകണം. അടിമത്തം അത് ഒരു ഫോറസ്റ്റ് ഡിവിഷനിൽ ഇതുപോലില്ല. അത് ശക്തമായ രീതിയിൽ അടുത്ത ദിവസങ്ങളിൽ ഈ ചാനലിൽ കൂടെ നീതി ഉണ്ടായാൽ സമര പരിപാടിയായിട്ട് മുന്നോട്ട് വരണം. ആദ്യം ശമ്പളം ഇവിടെ 21 ജില്ലകളുണ്ട്. പുള്ളി കൊടുക്കുന്ന 10-500 രാത്രി പകരം കാക്കുന്നതിന്. ബാക്കി പൈസ ഇങ്ങോട്ട് പോകുന്നത് മാത്രമാർക്ക് 21-500 ഉണ്ട് പകരം മാത്രം പോകുന്നതിന്. ഈ രാത്രിയും കൂടെ ആന അടിക്കുന്നതിനാണ് ചന്ദനമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരുപാട് ചന്ദനം പോട്ടില്ല. ഒരു 6 പേർക്ക് ചന്ദനമുള്ള സ്ഥലമാണ്. അപ്പൊ ഇയാൾ 6 പേർ കേസെടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ 6 പേർ കേസെടുത്തിട്ടുണ്ട്. അവർ തന്നെ വീണ്ടും മുടിക്കുന്നു, വീണ്ടും മൃഗങ്ങളെ പിടിക്കുന്നു. അതിനൊന്നും നടപടികൾ ഉണ്ടാകുന്നില്ല. അവർ വീണ്ടും ഇറങ്ങുന്നു, വീണ്ടും ചെയ്യുന്നു. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു മത്സരം, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ബലാബലം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപാട് നീതിയില്ലല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഉദ്യോഗസ്ഥൻ കൂടി പീഡിപ്പിക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. അതല്ല ഇപ്പൊ നമ്മൾ സംസാരിച്ച ഷാജി പുള്ളിയെ കാട്ടുപന്നി കടിച്ച് 1 കിലോമീറ്ററോളം പുള്ളിയുടെ തുടയിൽ നിന്നും 5 കിലോ മാംസം കടിച്ചിട്ട് വെച്ചാൽ സംസാരിച്ചാൽ കടിച്ചു പറിച്ചെടുത്തു പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മുമ്പ് ഏക സഹായം ഫോറസ്റ്റുകാരാണ്. ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്ന് നീതി ഉണ്ടായില്ലെങ്കിൽ പിന്നെ പല ഫോറസ്റ്റുകാർ പിടിച്ചിട്ടുണ്ട്. നീതി ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ ജീവിതം തന്നെ കൂട്ട ആത്മഹത്യക്ക് തയ്യാറാണ്. ഇലക്ഷൻ വരെ ബഹിഷ്കരിക്കണമെന്ന് വിചാരിച്ചു നമ്മൾ. ഇത് ചോദിക്കുന്നവൻ പുറത്ത്, ഞങ്ങൾ ചോദിച്ചാൽ ഞാൻ പുറത്ത്, നിനക്ക് നാളെ ജോലിയില്ല, നിനക്ക് NMR എഴുതത്തില്ല, നീ പെർമനന്റ് അല്ല, അയാൾക്ക് ഇഷ്ടപ്പെട്ടത് വെച്ച് ജോലി ചെയ്യിക്കുക. പുള്ളി പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്, റേഞ്ച് ഓഫീസർ കൊടുത്തിട്ടുണ്ട്, DFO കൊടുത്തിട്ടുണ്ട്. ഇനി 4 പരാതി മിനിസ്റ്റർ പൊട്ടിക്കാനുണ്ട്. ഒന്ന് ഞാൻ വീണ്ടും ഞാൻ അയച്ചിട്ടുണ്ട്. പുള്ളി എന്ത് പറഞ്ഞാൽ കള്ളക്കേസ് കൊടുക്കുന്ന പറയുന്നത്. നമ്മൾ പറയുമ്പോൾ ഈ ഫോറസ്റ്റുകാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കള്ളക്കേസ് കുടിക്കാൻ ഒത്തിരി കേസുകളിലൊക്കെ ഇപ്പം ഫോറസ്റ്റുകാർ തന്നെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് ജാമ്യത്തിൽ ഇറങ്ങാൻ നിൽക്കുന്നു, ചിലര് അറസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വന്യമൃഗങ്ങളും മലയോര മേഖലയിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധി നടക്കുമ്പോൾ അവരെ പീഡിപ്പിക്കാതിരിക്കുക, ഫോറസ്റ്റുകാർ അവർക്ക് സപ്പോർട്ട് ചെയ്യണം. കാരണം ഇവരെന്തെങ്കിലും വനത്തിൽ കയറി അനധികൃതമായി ഒന്നും ചെയ്യുന്നവരല്ല ഈ വനവാസികൾ എന്ന് പറയുന്നത്. നേരത്തെ വേസ്റ്റ് മരങ്ങൾ കൊച്ചു കമ്പുകളൊക്കെ പറിച്ചാണ് ഊരുകൾ പണിഞ്ഞുകൊണ്ടിരുന്നത്. മാടക്കാൽ മാട. ഇപ്പോൾ ഇയാളുടെ ഭീഷണി കാരണം എല്ലാം പലിശയ്ക്കും കൊള്ളപ്പലിശയ്ക്കും വട്ടിപ്പലിശയ്ക്കും എടുത്ത് പൈപ്പുകൾ മേടിച്ചുകൊണ്ട് വന്ന് ആണ് ചെറിയൊരു മാടം വെക്കുന്നത്. ആ സ്ഥിതിയിലേക്ക് പോവുകയാണ്. എടുക്കാൻ അനുവദിക്കത്തില്ല. അവർ വന്നാൽ പൈസ മേടിച്ചുകൊണ്ട് ഈ കിടക്കുന്ന ഒടിഞ്ഞ ആന അടിച്ച മരങ്ങളെല്ലാം കല്യാണമൊന്നും അമ്പലമൊന്നും ഏതെങ്കിലും ഒരു പ്ലാന്റേഷൻ മുറിച്ചാൽ അതിലെല്ലാം മറ്റു വേസ്റ്റ് മരങ്ങളെല്ലാം പുറത്ത് കടത്തി വിടുക. ചെക്ക് പോസ്റ്റ് വഴി. ഇതുകൊണ്ടാ ചാക്കിടക്കുന്നുണ്ടോ? ഷൂട്ട് ചെയ്തു. അവൻ 100 മീറ്റർ അകലമാണ് അവർ കൊണ്ട് സാധനങ്ങൾ കൊണ്ട് വിടുന്നത്. പിന്നെ എങ്ങനെ ജീവിക്കാൻ കഴിയും? നമ്മളാരും കൊണ്ട് ഇട്ടല്ലോ. ഇത് നമ്മൾ ആരും കൊണ്ട് ഇട്ടല്ല. ഉദ്യോഗസ്ഥന്മാർ DAയും വണ്ടി വാടക എല്ലാം എഴുതി കൊടുക്കുക. എന്നിട്ട് വിടുന്നതോ അവിടെ മേടിച്ച് പോയി കൊണ്ട് വിടുക ആൾക്കാരെ കീഴിലോട്ട്.
ടൗണിൽ നിന്ന് പിടിക്കുന്ന നാട്ടിൻ പുറത്തുനിന്ന് പിടിക്കുക, ആദിവാസി മേഖല കൊണ്ട് വിടുക. ഇതൊക്കെ ചോദ്യം ചെയ്താൽ നീ പുറത്ത്. അപ്പൊ ഇങ്ങനെ വളരെ മാനസികമായ ബുദ്ധിമുട്ടിലാണ് ഇവരെ കണ്ട്. ചില ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞല്ലോ, ഇവിടെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധമുണ്ട്. പിന്നെ 5 റേഞ്ച്, കുളത്തുപുറ റേഞ്ച്, സോഷ്യൽ ഫോറസ്റ്റ്. പക്ഷേ ഈ കല്ലുവരം ബസ്സിൽ ഈ അരുൺ സാർ എന്ന് പറയുന്ന സാറ് പുള്ളി ഒരുപാട് സ്ഥലത്ത് ഗാർഡായിട്ട് നിന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ സസ്പെൻഷനും ഇങ്ങനെയുള്ള വനം കൊള്ളയും ആയിട്ട് പുള്ളിക്ക് അത് നിസ്സാര ഒരു കേസാണ്. ഇപ്പൊ പുള്ളി പറഞ്ഞ CCFന്റെ വനം കൈയാന്ന് ഇപ്പൊ ഇരിക്കുന്ന CCFന്റെ അതിന്റെ ഒരു തയ്യാറെടുപ്പിലാണ് പുള്ളി. അല്ലെ പിന്നെ വീണ്ടും വീണ്ടും ഇത് ചെയ്തിട്ടില്ലല്ലോ. നിരന്തരം നിലവിൽ എത്ര ഞാൻ വിദ്യാഭ്യാസ നിയമനുസരിച്ച് പരാതി കൊടുത്തു നോക്കി, അപ്പോഴല്ല രേഖ വരുന്നില്ല. എത്ര മാത്രമാരുണ്ട് നിലവിൽ, എന്ത് ശമ്പളം ഇടുന്നു. പുള്ളിയുടെ ബാക്കിയുള്ള റേഞ്ചിലൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന ഫോറസ്റ്റ് ഞങ്ങളെല്ലാം ഈ ആദിവാസി മേഖലയിൽപ്പെട്ടവരാണ്ട് ഞങ്ങൾക്ക് അറിവും ബോധവും ഇല്ലാത്തതുകൊണ്ടാണെന്നാണ് പുള്ളി വിചാരിക്കുന്നത്. ആരെങ്കിലും തലപൊക്കി സംസാരിച്ചാൽ ഭീഷണിപ്പെടുത്തുക. അപ്പൊ ഈ പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ഇവിടെ നടക്കുവാണ്. പുള്ളിക്ക് സസ്പെൻഷനോ ഡിസ്റ്റൻസോ ഒന്നും ഒരു വിഷയമല്ല. ഇപ്പൊ 6-7 മാസം പുറത്തു നിന്നിട്ട് കയറിയതാണ്. വീണ്ടും അത് തന്നെ ചെയ്യുക പുള്ളി. ഞാൻ പുള്ളിക്കേറെ 9ഓളം പരാതി അയച്ചു. ഇതിനുവരെ നീതി എത്തിയിട്ടില്ല. ഇനി എവിടെയാണ് ഈ കുഴപ്പമെന്ന് ചോദിച്ചാൽ റേഞ്ച് ഓഫീസറുടെയും ഫോറസ്റ്റ് കുഴപ്പമൊന്നും. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എന്തായാലും അയ്യപ്പ സാർ എന്തായാലും കുഴക്കാൻ നിൽക്കത്തില്ലല്ലോ, അത് ഉറപ്പായിട്ടും അറിയാം. DFOമാർ എന്തായാലും കുഴക്കാൻ നിൽക്കത്തില്ല. ഇവർ പറയുന്ന അവർ ഫുഡ് കൊടുക്കുന്നു. അതാണ് സത്യം. ഇത് ഈ റേഞ്ച് ഓഫീസറും ഇവിടുത്തെ ഫോറസ്റ്റും ഇതുപോലെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഈ സെറ്റിൽമെന്റ് ആദിവാസിയുടെ കൂടൊപ്പം വളർന്ന ഞാനിങ്ങനെ. അപ്പം ജാതിഭേദം നോക്കട്ടെ, അവരും ഞങ്ങൾക്ക് ഒരു ഗ്രേഡ് തന്നെ ചുരുക്കത്തി. അതുകൊണ്ടാണ് ഈ തുറന്നു പറയുന്നത്. അത് എൻ്റെ സ്വന്തം ലാഭത്തിനല്ല, എന്നെ പോലെ ഒരുപാട് വാർത്തമാരെ ഇറക്കിയിട്ടുണ്ട് സാധുക്കളെ. അവരെ താര് സംസാരിക്കുന്നു, അവരെ പുറത്ത്. അതൊരു നീതിയാണോ എന്നാണ് എനിക്കറിയേണ്ടത്. നമ്മുടെ പ്രശ്നം നമ്മളെ പുറത്താക്കിയതിന്റെ വിഷയം, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടേണ്ട നീതി. മന്ത്രിക്ക് പരാതി കൊടുത്തു, ഒരുപാട് പരാതി കൊടുത്തു, ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തു, എന്നിട്ടും ഒരു നടപടി ഉണ്ടായിട്ടില്ല. സാധാരണക്കാരന്റെ ഒരു ആവശ്യങ്ങൾക്കും പ്രതികരിക്കാനോ ഒന്നുമില്ല, എടുക്കാനോ അന്വേഷിക്കാനോ ഒരു ഉദ്യോഗസ്ഥ തയ്യാറല്ല. ഇപ്പോൾ നിലവിലുള്ള പാർട്ടി എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന പാർട്ടിയായിട്ട് പോലും ഞാൻ പുള്ളി ഇവിടെ റിപ്പോർട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. മന്ത്രി കൊടുക്കുമ്പോൾ നമ്മുടെ കാര്യം മാത്രമല്ലോ, കേരളം മൊത്തമുള്ള കാര്യമല്ലേ മന്ത്രി. അപ്പൊ പുള്ളി അത് ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുമായിരിക്കും. സ്കോഡിൽ ഇരുന്ന് വീട്ടിലിരിക്കുന്നവരാണല്ലോ സ്കോഡിലോട്ട് പോകുന്നത്. അവർ വന്ന് അങ്ങനെ എങ്ങനെയൊക്കെ നോക്കി അതിലെ ഒപ്പിട്ടുണ്ടെ പോവുക. എവിടെ അന്വേഷിക്കാനാ? ഒന്നും അന്വേഷിക്കുന്നില്ല. ഇതാണ് സത്യം. അപ്പൊ ഇവിടെ പുള്ളി ഇപ്പം ഒടിഞ്ഞിടക്കുന്ന ഈ വിറവെല്ലാം ടെമ്പോ കണക്കിന് അടിക്കുന്നുണ്ട്. ഇവിടുന്ന് സാധാരണപ്പെട്ട ഒരു കുടുംബം കൊണ്ട് ഒടിഞ്ഞെടുത്ത കേസ് ഇവിടെ ചന്ദന ഒരുപാട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മള് കൊല്ലത്തിന്റെ വനമേഖലകളെ പറ്റി പറയുമ്പോൾ നമ്മൾ വനത്തിന്റെ സൗന്ദര്യവും മനോഹരമായ കാഴ്ചകളും ഒക്കെ മാത്രമല്ല, നമ്മൾ ഈ അതിന്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ വനത്തിൽ ജീവിക്കുന്ന ആദിവാസി ഗോത്ര സമൂഹങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം തന്നെ വർഷങ്ങളായി താമസിക്കുന്ന മറ്റുള്ള ആൾക്കാർ ഒക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. ഏതായാലും നമ്മളിപ്പോൾ തെന്മല ഡിവിഷനിലെ വനപ്രദേശത്താണ് നിൽക്കുന്നത്. എല്ലാവരും പോകുന്ന ഒരു വഴിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കട്ടളപ്പാറയിലേക്ക് പോകുന്ന വഴിത്താരയിലാണ് നിൽക്കുന്നത്. വനത്തിന് ഉൾപ്രദേശത്തൊന്നുമല്ല. അപ്പോൾ നമ്മൾ നാട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ അറിയാൻ ഇവിടെ എന്ന് പറഞ്ഞെങ്കിലേ പറ്റൂ. അപ്പോൾ ഈ സാവുചേട്ടൻ പറഞ്ഞ പോലെ സാധാരണക്കാരായ വനവാസികളെ ശിക്ഷിക്കരുത്, അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കരുത്. അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ബലിയാടാക്കുക എന്നുള്ളത് ശരിയല്ല. ഇപ്പോൾ വനം മന്ത്രിയും ഉയർന്ന ഉദ്യോഗസ്ഥർ, DFO അടക്കമുള്ളവർ, ഇപ്പോൾ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നോക്കേണ്ടത് അവരുടെയും കൂടി ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാവരിലും എത്തിക്കുകയാണ് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി. ഇതിന് തക്കതായ ഒരു പരിഹാരം വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള ഒരു പോരാട്ടം മാത്രമല്ല, മറ്റുള്ള വിഷയങ്ങളിലും വലിയ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നില്ല. ഇനി പിന്നാലെ ഇതുമായി ഇവരുടെ വനവാസികളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും അവർക്ക് പറയാനുള്ള കാഴ്ചകളുമായി വീണ്ടും ഞങ്ങളെത്തും.